എറണാകുളം അങ്കമാലിയിൽ 4 അംഗ കുടുംബം പൊള്ളലേറ്റ് മരിച്ചത് AC-യിൽ നിന്ന് തീ പടർന്നാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരിച്ച ബിനീഷ് കുര്യന്റെയും കുടുംബത്തിന്റെയും സംസ്കാരം ഇന്ന് നടക്കും. അങ്കമാലി സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രലിൽ 12:30 ഉച്ചയ്ക്ക് സംസ്കാരം നടക്കുക. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. വലിയ സങ്കടകരമായ വാർത്തയായി പോയത് കേട്ടോ, പറയും. വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഇന്നലെ ആ പ്രദേശത്തെ നാടിനെ ഒന്നാകെ നടുക്കിയ ദാരുണമായ സംഭവമായിരുന്നു. അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ തീയിൽ പെട്ട് വെന്ത് മരിച്ച ഒരു സംഭവം. അവിടെ സ്ഥലത്ത് രാവിലെ പോയിരുന്നു. അവിടുത്തെ ആ പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത് അവർക്ക് സാമ്പത്തികമായ ഒന്നും തന്നെ യാതൊരു പ്രശ്നമുള്ള ആളുകളല്ല, കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവരല്ല, വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അങ്കമാലിയിൽ ഒരു വ്യാപാര സ്ഥാപനം നടത്തിക്കൊണ്ടുപോയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഭാര്യയും ഭർത്താവും 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഇന്നലെ വെന്തു മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ഈ AC-യിൽ നിന്നും ഗ്യാസ് ലീക്കായി ഇവരുടെ ബോധം പോയിട്ടുണ്ടാകും എന്നാണ് അനുമാനമായി വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല, അതിനുള്ളിൽ തന്നെ പെട്ടുപോയി. പിന്നീട് ഈ AC-യിൽ നിന്നും തീ പടർന്ന് ആ റൂം മുഴുവൻ തീ പിടിച്ച് അവരതിൽ വെന്തു മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അവിടുത്തെ വയറിങ്ങിലടക്കം ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യവും, അതൊരു ഇത്തിരി പഴയ റൂം പോലെ തോന്നിയിരുന്നു. അതും ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇന്നെന്തായാലും ആ മൃതദേഹങ്ങൾ അടക്കം ചെയ്യും. അവിടെ അങ്കമാലി സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രലിൽ 12:30 ഈ മൃതദേഹങ്ങളെല്ലാം അടക്കം ചെയ്യുന്നത്. മരിച്ച ബിനേഷ് കുര്യൻ, ഭാര്യ അനു, മക്കളായ ജോവാന, ജ്വസിൻ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പൊള്ളലേറ്റത് മരണകാരണമെന്ന് പോലീസ് ഇതിനോടകം തന്നെ പോലീസിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇന്ന് വിശദമായ ഒരു റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അന്വേഷണത്തിന്റെ ഭാഗമായ അത് ആവശ്യവുമാണ്. പക്ഷേ ഒന്നുകൂടി അത് പറയാതിരിക്കാനാകില്ല. ദാരുണമായ സംഭവം. ഇനി അവിടെ ആ ഒരു അമ്മ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ബിനേഷിന്റെ അമ്മ മാത്രമാണ് അവശേഷിക്കുന്നത്. അവരുടെ കൺമുന്നിലാണ് മകനും ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും വെന്തു മരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.